പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില വേദനകളുണ്ട്. അതിലേറ്റവും വലുതാണ് നമ്മൾ സ്നേഹിച്ച, നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത. ആ വേർപാടിന്റെ വേദനയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്: അവരിപ്പോൾ നമ്മെ കാണുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും അവരറിയുന്നുണ്ടോ? നമ്മുടെ കണ്ണീരവർ കാണുന്നുണ്ടോ? സ്വന്തം മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ പ്രിയപ്പെട്ട കൂട്ടുകാരെയോ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുനീരിൽ തിങ്ങി നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. പലരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് മരിച്ചവരെവിടെയോ ഇരുന്ന് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, അവർ നമ്മെ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ മരണം യഥാർത്ഥത്തിൽ എന്തിലേക്കാണ് നയിക്കുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞുപോയ ആ പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? മനുഷ്യന്റെ ഈ നിഗൂഢമായ സംശയങ്ങൾക്ക് മനുഷ്യന്റെ സ്വന്തം ഊഹങ്ങളോ ആചാരങ്ങളോ അല്ല മറുപടി നൽകേണ്ടത്, മറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായ ബൈബിളാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് മരിച്ചവർക്ക് ജീവനോടെയുള്ളവരെ കാണാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ കൃത്യമായി എന്താണ് പഠിപ്പിക്കുന്നതെന്നാണ്. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതുപോലെയുള്ള സന്ദേശങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. മരിച്ചവർക്ക് ജീവനോടെയുള്ളവരെ കാണാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഏറ്റവും വ്യക്തമായ മറുപടി അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ സഭാപ്രസംഗികൾ 9:5-8 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അവിടെ ശലോമോൻ രാജാവ് എഴുതുന്നത് ഇങ്ങനെയാ: ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. തുടർന്ന് 6-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു: അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം എന്താണ്? വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ജീവിതം പൂർണ്ണമായും അവസാനിക്കുകയാണെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് ഈ ഭൂമിയിലെ കാര്യങ്ങളുമായുള്ള അവരുടെ ബന്ധവും ബോധവും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് പല ആളുകളും തങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയാൽ ആ ആത്മാവ് വീടിന്റെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടെന്നോ, തങ്ങൾ ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കി കാണുന്നുണ്ടെന്നോ, തങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നോ ഒക്കെ അവർ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചവരോ യാതൊന്നും അറിയുന്നില്ല. ഇത് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ വേദനകളോ സന്തോഷങ്ങളോ കാണാനോ അറിയാനോ ഉള്ള യാതൊരുവിധ ബോധവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. സൂര്യന് കീഴിൽ, അതായത് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവർക്കിനി ഒരിക്കലും ഒരു പങ്കുമില്ല. അവരുടെ സ്നേഹവും പകയും അസൂയയുമെല്ലാം അവരുടെ മണ്ണോടുള്ള ചർച്ചയോടൊപ്പം അവസാനിച്ചു. മരണം എന്നത് ബൈബിളിൽ പലപ്പോഴും ഉറക്കമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉറങ്ങുന്ന ഒരാൾക്ക് തന്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തതുപോലെ മരണശേഷം വിശ്രമിക്കുന്ന ആത്മാക്കൾക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മെ കാണുന്നുണ്ടെന്നോ നമ്മുടെ സങ്കടം കണ്ട് കരയുന്നുണ്ടെന്നോ ഉള്ള ചിന്തകൾ തികച്ചും തെറ്റായ മനുഷ്യന്റെ ഊഹങ്ങൾ മാത്രമാണ്. ദൈവവചനം പറയുന്നത് അവർ തങ്ങളുടെ കല്ലറകളിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗപ്രകാരം വിശ്രമാവസ്ഥയിലാണ് എന്നാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ ആചാരങ്ങളിൽ നിന്നും നമ്മെ തന്നെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രണ്ടാമത്തെ പ്രധാന പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. മരിച്ചവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലരും സംശയത്തോടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ധനവാനും ലാസറും തമ്മിലുള്ള വിവരണം. ഈ ഭാഗത്തെക്കുറിച്ച് പലർക്കും തെറ്റായ ധാരണകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ധനവാനും ദരിദ്രനായ ലാസറും മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് തന്റെ കണ്ണുയർത്തി നോക്കുമ്പോൾ അബ്രഹാമിനെയും
അവന്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും ദൂരെ കാണുന്നുണ്ട്. അതിനുശേഷം ധനവാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അബ്രഹാമിനോട് തന്റെ സഹോദരന്മാരുടെ രക്ഷയ്ക്കായി ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ധനവാൻ പറയുന്നു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ അവൻ ചെന്ന് അവർക്ക് സാക്ഷ്യം പറയട്ടെ എന്ന്. ഈ ഭാഗം വായിക്കുമ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, കണ്ടോ, മരണത്തിന് ശേഷവും ധനവാൻ തന്റെ സഹോദരന്മാരെ കുറിച്ചും ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയെങ്കിൽ മരിച്ചവർ നമ്മെ കാണുന്നുണ്ടെന്നും നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നും ഇതിലൂടെ വ്യക്തമല്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം മനസ്സിലാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ആത്മീയ സത്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് മരണാനന്തര ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ആത്മീയ അവസ്ഥയെക്കുറിച്ചും പഠിപ്പിച്ച ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമാണ്. അതായത് മരണശേഷമുള്ള ആത്മാവിന്റെ ബോധത്തെക്കുറിച്ചും രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളെ പഠിപ്പിക്കാൻ യേശു ഉപയോഗിച്ച ഒരു മാതൃകയാണിത്. ഇവിടെ ധനവാൻ തന്റെ സഹോദരന്മാരെ ഓർക്കുന്നുണ്ടെങ്കിലും അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈനംദിന ജീവിതം ഒളിഞ്ഞു നോക്കി കാണുന്നുണ്ടെന്നോ അവരുടെ ഓരോ പ്രവൃത്തിയും നേരിട്ടറിയുന്നുണ്ടെന്നോ ഇതിൽ ഒരിടത്തും പറയുന്നില്ല. മാത്രമല്ല, ഈ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ധനവാന്റെ അപേക്ഷയ്ക്ക് അബ്രഹാം നൽകുന്ന മറുപടിയാണ്. അബ്രഹാം ധനവാനോട് വളരെ വ്യക്തമായി പറയുന്നു, അവരുടെ അടുക്കൽ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർ അവരെ കേൾക്കട്ടെ എന്ന്. അപ്പോൾ ധനവാൻ വീണ്ടും പറയുന്നു, അല്ല, മരിച്ചവരിൽ നിന്നൊരാൾ അവരുടെ അടുക്കൽ ചെന്നാൽ അവർ മാനസാന്തരപ്പെടുമെന്ന്. എന്നാൽ അബ്രഹാം നൽകുന്ന അന്തിമമായ മറുപടി ഇതാണ്, അവർ മോശയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിലോ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് ഈ ഭൂമിയിലേക്ക് വരാനോ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനോ അവരെ നയിക്കാനോ സാധിക്കില്ല എന്ന് ഈ മറുപടിയിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചവർ തങ്ങളുടെ സ്ഥാനത്ത് ബോധവാന്മാരായിരിക്കാമെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മെ കാണാനോ നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയാനോ ഉള്ള കഴിവ് അവർക്കില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഏക വഴികാട്ടി ദൈവത്തിന്റെ വചനമാണ്. അതിനാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഈ ഉപമയെ തെറ്റായി വ്യാഖ്യാനിച്ച് മരിച്ചവർ നമ്മെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് ബൈബിൾ സത്യത്തിന് എതിരാണ്. നമ്മുടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ പ്രധാന പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. മരിച്ചവർക്ക് ജീവനോടെയുള്ളവരെ കാണാൻ കഴിയുമോ എന്ന വിഷയത്തിൽ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ചില വേദഭാഗങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് പരിശോധിക്കാം. പലരും മരിച്ചവർ നമ്മെ കാണുന്നുണ്ടെന്ന് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്യമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ വാക്യത്തിലെ സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്നത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കളെയോ കൂട്ടുകാരെയോ ആണെന്ന് പലരും തെറ്റായി വിശ്വസിക്കാറുണ്ട്. അതായത് അവർ മുകളിൽ നിന്ന് നമ്മെ നോക്കി നിൽക്കുകയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ബൈബിൾ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകും. ഇതിനു മുമ്പുള്ള എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ തുടങ്ങിയ പഴയകാല വിശ്വാസികളുടെ വലിയൊരു നിരയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വിശ്വാസ ജീവിതത്തിൽ പോരാടി വിജയം വരിച്ച ആ വിശുദ്ധന്മാരുടെ മാതൃകകളും സാക്ഷ്യങ്ങളുമാണ് നമ്മെ സാക്ഷികളായി ചുറ്റി നിൽക്കുന്നതെന്ന് വചനം പറയുന്നത്. അവർ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഒളിഞ്ഞു നോക്കി കാണുന്നു എന്നല്ല, മറിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ചരിത്രവും മാതൃകയും നമ്മെ പ്രചോദിപ്പിക്കണമെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതോടൊപ്പം നാം വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട മറ്റൊരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട്. മരിച്ചവർക്ക് നമ്മെ കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അവരുമായി സംവദിക്കാനോ അവരെ വിളിച്ച് സംസാരിക്കാനോ ശ്രമിക്കുന്ന എല്ലാ ആചാരങ്ങളും ബൈബിൾ കർശനമായി വിലക്കിയിട്ടുണ്ട്. ബൈബിൾ അതിനെ ആത്മാക്കളെ ആരായുന്നവർ എന്ന് പറഞ്ഞ് അപലപിക്കുന്നു. മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപിരിയുമ്പോൾ അവരുടെ ഓർമ്മകൾ നമ്മെ വേദനിപ്പിക്കും. എന്നാൽ
അവർ നമ്മെ കാണുന്നുണ്ടെന്നോ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ടെന്നോ ഉള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. മറിച്ച് ജീവിച്ചിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്ത് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാനും നമ്മെ രക്ഷിക്കാനായി ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാനുമാണ് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ മനുഷ്യരായ മരിച്ച ആത്മാക്കൾക്കല്ല, ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയൂ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. ഇന്ന് നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമുള്ളതും എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതുമായ ഒരു ചോദ്യത്തിനാണ് മറുപടി കണ്ടെത്തിയത്. മരിച്ചവർക്ക് ജീവനോടെയുള്ളവരെ കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ദൈവവചനത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കിയത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം നമ്മോട് പറയുന്ന പോലെ മരിച്ചവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ല എന്നാണ്. അവർ തങ്ങളുടെ വിശ്രമാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെയും എബ്രായ ലേഖനത്തിലൂടെയും നാം കണ്ടത് മരിച്ചവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനോ നമ്മെ ഒളിഞ്ഞു നോക്കി കാണാനോ സാധിക്കില്ല എന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമ്മൾ ദുഃഖിക്കുമ്പോൾ അവർ നമ്മെ കാണുന്നുണ്ടെന്നോ നമ്മോട് സംസാരിക്കുന്നുണ്ടെന്നോ ഉള്ള തെറ്റായ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ വെക്കാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരിച്ചവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നടക്കാനും ജീവനുള്ള ദൈവത്തിലേക്ക് അടുക്കാനും ഈ സന്ദേശം നിങ്ങൾക്ക് പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ബൈബിൾ സത്യങ്ങൾ ഇനിയും അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.